ഭാഗവതം തിരിച്ചു വന്ന ശ്രീരാമസ്വാമി അദ്ദേഹത്തിന് കാലത്ത് വിവാഹത്തിന് ശ്രീരാമിതാണ് അസുരനായ മരിച്ചൊരു വിവാഹനായതുകൊണ്ട് ആ ബ്രഹ്മത്യാവാദ ശ്രീരാം ശിവപൂജ കഴിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്തത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ക്ഷേത്രം എന്ന് പറയുന്നത് വിഗ്രഹാരാധന എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിന്റെ കാര്യം ഏറ്റവും താഴ്ന്ന കാര്യമല്ല. ഒരാളുടെ സാധാരണ നൽകിപ്പെട്ട് മോക്ഷം വരെ എത്തിക്കാൻ ശേഷിയുള്ള അസാമാന്യമായിട്ടും മഹർഷിമാരും ഒരു വലിയ കണ്ടുപിടുത്തമാണ്, ഒരു കോൺട്രിബ്യൂഷനാണ് സ്വാതന്ത്ര്യ ക്ഷേത്ര സങ്കല്പം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധനയിലേക്ക് വന്ന് വിചാരിച്ച് 1500 വർഷങ്ങളായിട്ട് നിരന്തരമായി പോവാതിരിക്കുകയും നമ്മൾ പോവാതിരിക്കുന്ന അവരുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയാവുന്ന കോൺട്രിബ്യൂഷൻ ചെയ്യണം. അത് പല സ്ഥലങ്ങളും അനുകൂലമായതുകൊണ്ട് പല ചൂഷണ സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മൾ അവരുടെ ചൈതന്യത്തെ മാത്രം കണ്ടാൽ കാണുക ക്ഷേത്രങ്ങളിൽ കോടതി കൊടുക്കുന്നതിന്റെ വേലകളെല്ലാം കൊടുക്കണമല്ലോ. എന്തെല്ലാം ചെയ്യുന്നത് വേലകൾ, പല പല വേലകൾ ശരിയാക്കിത്തരാം. ഇതിന്റെ വേലകൾ നമസ്കാരം. തന്ത്രയുടെ പുതിയ ഒരധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ വാക്യങ്ങൾ ഗുരുവിന്റെ ലക്ഷണം, തന്ത്രശാസ്ത്രം എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് 8 ദിവസം കൊണ്ട് ട്യൂഷൻ, ഓൺലൈൻ ട്യൂഷൻ, ഒരുപാട് കാര്യങ്ങൾ പൈസ കൂടുതൽ കിട്ടുന്ന കാലഘട്ടത്തിൽ കടന്നിരിക്കുകയാണ് അല്ലെ. പൈസ കൂടുതൽ സ്നേഹം, സത്യസന്ധത, നല്ല സൗഹൃദം, നല്ല ഗുരു, ഈശ്വരാനുഗ്രഹം എല്ലാ ശുദ്ധം നമ്മൾ ചേരേണ്ടതാണ്. അനുഗ്രഹമാണ് നമ്മുടെ സ്നേഹോദാഹരണ നല്ല ഗുരുക്കന്മാരെ നമ്മൾ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കിട്ടുന്ന ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് വളരെ വലിയ ഭാഗ്യം. അതുപോലെ തന്നെയാണ് ആധ്യാത്മിക യാത്രയിലേക്ക് ജീവിക്കുന്നയാളെ നമുക്ക് വലിയ ഭാഗ്യമാണ്. കാരണം